തിമിരാന്തസ്യ ജ്ഞാനാഞ്ജനശലാകയാ ചക്ഷുരുന്മീലിതം യേന തസ്മൈ ശ്രീ ഗുരവേ നമഃ. ഓം ശാന്തി. സരസ്വതി പരബ്രഹ്മസ്വരൂപനായ നാരായണ ഗുരു ലോകത്തിന്റെ സർവതോന്മുഖമായ ശ്രേയസ്സിനും പ്രയത്നം സ്വന്തം സഹായകമായ ഒരു തീർത്ഥാടനമാണ് 1928 1103 അരുളി ചെയ്തെന്ന തീർത്ഥാടനം എന്ന് പറഞ്ഞാൽ ലോകത്തിലെ എല്ലാ മതങ്ങളും തീർത്ഥാടനം നടത്താറുണ്ട്. ഏറ്റവും പ്രാചീനമായിട്ടുള്ള തീർത്ഥാടനം ഭാരതത്തിലേതാണ്. ഹിന്ദു മത ആചാരപ്രകാരമുള്ള തീർത്ഥാടനം. ഈ തീർത്ഥാടനം നടത്തുന്നതിന്റെ ലക്ഷ്യം ദുഃഖത്തിൽ നിന്നുള്ള മോചനം ആയിരുന്നു. ജീവിതത്തിൽ മനുഷ്യൻ അനുഭവിച്ചിരുന്ന ദുഃഖങ്ങളിൽ നിന്നും മോചനം ലഭിക്കുന്നതിന് വേണ്ടി, ശാശ്വതമായ മോചനം ലഭിക്കുന്നതിന് വേണ്ടി പരമപവിത്രമായ പുണ്യഭൂമികളിലേക്ക് യാത്ര നടത്തും. അവിടെ അവർ പവിത്രമായ നദികളിൽ മുങ്ങിക്കുളിച്ച് പാപവിമുക്തർ ആകുന്നു, അഥവാ ജീവിതത്തെ ശ്രേയോദായകം ആക്കുന്നു. ഇതാണ് തീർത്ഥാടനത്തിന്റെ ആത്യന്തികമായ ലക്ഷ്യം. അപ്പോൾ ജീവിതത്തിൽ അനുഭവിക്കുന്ന ദുഃഖങ്ങളിൽ നിന്നും കരകയറുന്നതിനുള്ള ഒരു ഉപായമാണ് തീർത്ഥാടനം. നമ്മൾ ചരിത്രത്തിൽ വളരെയേറെ പ്രശസ്തമായ ഒരു തീർത്ഥാടനമുണ്ട്. ഇംഗ്ലണ്ടിൽ വളരെയേറെ ദുരിതമനുഭവിച്ച ജനങ്ങൾ ആ ദുരിതത്തിൽ നിന്നും രക്ഷപ്പെടുന്നതിന് വേണ്ടി അവർ, അതായത് ജീവിത പ്രാരാബ്ധങ്ങളിൽ നിന്നും ദുഃഖങ്ങളിൽ നിന്നും രക്ഷ നേടുന്നതിന് വേണ്ടി അവർ മേഫ്ലവർ എന്ന ഒരു കപ്പലിൽ കയറി അമേരിക്കൻ ഐക്യനാടുകളിലേക്ക് പോവുകയുണ്ടായി. അമേരിക്കൻ ഐക്യനാടുകളിൽ അന്ന് വരെ
ജീവിച്ചിരുന്നവർ മായ, ഇങ്ക എന്ന് പറയുന്ന രണ്ട് റെഡ് ഇന്ത്യൻ വംശജർ ആയിരുന്നു. എന്നാൽ ഈ തീർത്ഥാടക പിതാക്കളായിട്ട് വന്നിട്ടുള്ള ജനങ്ങളാണ് അവിടെ അത്യധ്വാനം ചെയ്ത് അമേരിക്കൻ ഐക്യനാടുകളെ സമ്പന്നമാക്കുന്നു. അവരും സമ്പന്നമാക്കുന്നു. അപ്പോൾ ബ്രിട്ടനിൽ അനുഭവിച്ചുകൊണ്ടിരുന്ന ആ പീഡനത്തെയും ദുഃഖങ്ങളെയും അതിജീവിക്കാൻ വേണ്ടി മറ്റൊരു സ്ഥലത്തേക്ക് യാത്ര നടത്തുകയും അറിയപ്പെടുന്നത് തീർത്ഥാടകർ എന്നാണ്. തീർത്ഥാടകർ പിതാക്കൾ എന്നാണ്. അപ്പോൾ ജീവിതത്തെ ചൈതന്യധന്യമാക്കാൻ വേണ്ടി നടത്തുന്ന മഹത്തായ യാത്രയാണ് തീർത്ഥാടനം. അതിലേറെയും നമ്മുടെ ആധ്യാത്മികപരമായ ഉത്കർഷത്തിന് വേണ്ടി നടത്തുന്നതാണ് ഏറെയും തീർത്ഥാടനം. അങ്ങനെ വന്നിട്ടുള്ള തീർത്ഥാടനങ്ങളിൽ ഏറ്റവും ശ്രദ്ധേയമായി ആധുനിക ലോകത്ത് ഉണ്ടായിട്ടുള്ള തീർത്ഥാടനമാണ് പരബ്രഹ്മസ്വരൂപനായ ഗുരുവിനാൽ അനുഗ്രഹിച്ച് അരുളി തന്നിട്ടുള്ള ശിവഗിരി തീർത്ഥാടനം. ഈ തീർത്ഥാടനത്തെ സംബന്ധിച്ച്, അതിന്റെ പ്രസക്തി സംബന്ധിച്ച്, ഗുരു പറഞ്ഞ അർത്ഥതലങ്ങളെ സംബന്ധിച്ച് ഇന്നും ജനങ്ങൾ വേണ്ടവണ്ണം ബോധവൽക്കരണം അല്ലെങ്കിൽ ബോധമുണ്ടായിട്ടില്ല. അവർക്ക് വേണ്ടവണ്ണം മനസ്സിലായിട്ടില്ല. തികച്ചും ഗുരു പറഞ്ഞതിൽ നിന്നും വ്യതിരിക്തമായ രീതിയിൽ ആരൊക്കെയോ എന്തൊക്കെയോ പറയുന്നതിനെയും ചെയ്യുന്നതിനെയും കണ്ടും കേട്ടും അതാണ് ശിവഗുരു തീർത്ഥാടനം എന്നാണ് തെറ്റിദ്ധരിച്ചിരിക്കുന്നത്. ഇത് ഗുരുവിന് അന്ന് തന്നെ അറിയാമായിരുന്നു. ഈ തീർത്ഥാടനത്തെ മാനിപ്പുലേറ്റ് ചെയ്യും എന്നുള്ളത്. അതുകൊണ്ട് ഗുരു തീർത്ഥാടനത്തിനുള്ള അനുവാദം നൽകിയതിനു ശേഷം അനുവാദം ചോദിച്ചവരോട് ചോദിക്കുന്നു. അതായത് ഒരു സഗൗരവത്തോടു കൂടിയാണ് ചോദിക്കുന്നത്, മനസ്സിലായോ? അത് 2 പ്രാവശ്യം ആവർത്തിച്ചില്ല. എന്ത് മനസ്സിലായോ? അപ്പൊ മനസ്സിലാക്കുന്നില്ല, മനസ്സിലാകുന്നില്ല, ആക്കില്ല എന്നുള്ള ഒരു ധ്വനി അതിൽ വരുന്നുണ്ട്. ഏതായാലും ഗുരു പറഞ്ഞ മാർഗത്തിലുള്ള ഒരു തീർത്ഥാടനം ഉണ്ടാവേണ്ടുന്നത് കാലഘട്ടത്തിന്റെ ആവശ്യമാണ്. അത് നമ്മുടെയും നമ്മുടെ രാജ്യത്തിന്റെയും ലോകത്തിന്റെയും ആവശ്യമാണ്. അതുകൊണ്ട് തീർത്ഥാടനത്തെ സംബന്ധിച്ച വളരെ വ്യക്തമായ ഒരു അവബോധം ജനങ്ങളിൽ ആദ്യം സൃഷ്ടിക്കുക. ഏതൊരു കാര്യം ചെയ്യുന്നതിന് മുമ്പും അതിനെക്കുറിച്ചുള്ള ഒരു ചിന്തയാണ് ഉണ്ടാകുന്നത്. ചിന്തയിൽ നിന്നുമാണ് പ്രവൃത്തി ഉണ്ടാകുന്നത്. ചിന്തിക്കണമെങ്കിൽ നമുക്കതിനുള്ളതായ അവശ്യം ഘടകങ്ങൾ ഉണ്ടായിരിക്കണം. ചിന്തിക്കാനുള്ള വിഷയം ഉണ്ടായിരിക്കണം. ആ വിഷയത്തെക്കുറിച്ച് ചിന്തിച്ചു കഴിയുമ്പോൾ അത് നമ്മൾ പ്രവർത്തിക്കാൻ സന്നദ്ധരാണ്. അതുകൊണ്ട് ജനങ്ങളിൽ ആദ്യം തീർത്ഥാടനം എന്ന വിഷയത്തെ സംബന്ധിച്ച് അവശ്യം വേണ്ട ഒരു ബോധവൽക്കരണം, അറിവ്, ചിന്തയാണ് ഉണ്ടാകുക. ആ ചിന്തയെ
വളർത്തിയെടുക്കാനും അത് പ്രചരിപ്പിക്കാനും അത് പ്രാവർത്തികമാക്കാനും അതുവഴി നമ്മളും നമ്മുടെ രാജ്യവും ലോകവും സർവസമ്പന്നമാക്കുക എന്നതാണ് നമ്മൾ ഈ പ്രക്രിയ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ തീർത്ഥാടനത്തെ സംബന്ധിച്ച് ഗുരു എന്താണ് അരുളി ചെയ്തിട്ടുള്ളത് എന്നതും അതിൻ്റെ പശ്ചാത്തലം എന്തായിരുന്നു എന്നും തീർത്ഥാടനത്തിന് അനുവാദം ചോദിച്ചു ചെന്ന വല്ലഭശ്ശേരി ഗോവിന്ദനാശാനോടും ശ്രീ കിട്ടൻ റൈറ്ററോടും പറഞ്ഞത് കിട്ടൻ റൈറ്റർ അദ്ദേഹത്തിന്റെ തൂലിക കൊണ്ട് അപ്പോൾ തന്നെ കുറിച്ചു വെച്ച ആ രേഖ പിൽക്കാലത്തിൽ അദ്ദേഹം ഒരു ശിവഗിരി തീർത്ഥാടനം എന്ന പേര് ഒരു പുസ്തകമായി ഒരു ചെറിയ ഗ്രന്ഥമായിട്ട് പ്രസിദ്ധീകരിക്കുന്നതായി. അപ്പോൾ ഞാൻ എന്തെങ്കിലും പറഞ്ഞാൽ ചിലപ്പോൾ ചിലർ ധരിക്കും ഞാൻ എൻ്റെ കയ്യിൽ നിന്നിട്ട് എൻ്റെ ഭാവനയിൽ നിന്ന് എൻ്റെ സങ്കല്പത്തിൽ നിന്ന് പറയുക ആയിരിക്കും എന്ന്. അതൊരിക്കലും അങ്ങനെ ഒരു തെറ്റായ കാരണം ഉണ്ടാവാൻ പാടില്ല എന്ന് കണ്ടുകൊണ്ട് ശരിയായ സത്യസന്ധമായ ധാർമ്മികമായ ഒരു ബോധമായിരിക്കണം ഉണ്ടാകേണ്ടുന്നത് എന്നതുകൊണ്ട് ശ്രീ കിട്ടൻ റൈറ്റർ എഴുതിയിട്ടുള്ള ആ പുസ്തകത്തിൽ ഉൾക്കൊള്ളിച്ചിട്ടുള്ള അതിൽ രേഖപ്പെടുത്തിയിട്ടുള്ള ആ രേഖയെ ആധാരമാക്കിയാണ് ഞാൻ നിങ്ങളുടെ മുന്നിൽ ഈ വിഷയം അവതരിപ്പിക്കുന്നത്. അതുകൊണ്ട് ഞാൻ അദ്ദേഹം പറഞ്ഞ കാര്യങ്ങൾ, അദ്ദേഹം രേഖപ്പെടുത്തിയ കാര്യങ്ങൾ ഒന്ന് വായിച്ച് കൊണ്ട് ഓരോ ഭാഗവും അല്പമാത്രമായി വായിച്ച് അതിൻ്റെ തലം എന്തൊക്കെയാണ് എന്ന് വിശദീകരിക്കുകയായിരിക്കും ചെയ്യുന്നത്. അതുകൊണ്ട് എല്ലാവരുടെയും ശ്രദ്ധ അതിൽ പൂർണ്ണമായിട്ടുണ്ടാകണമെന്ന് ഗുരുനാമത്തിൽ ആദ്യമായി തന്നെ അഭ്യർത്ഥിക്കുകയാണ്, അപേക്ഷിക്കുക. ഓക്കെ, ഞാൻ പറയുന്നത് കേൾക്കാൻ കഴിയുന്നുണ്ടോ? ഓക്കെ. 1103 മകരമാസം 3-ാം തീയതി ഉച്ചതിരിഞ്ഞ് 3:30 മണി സമയം തൃപ്പാദങ്ങൾ കോട്ടയം SNDP നാഗമ്പടം ശിവക്ഷേത്രത്തിന്റെ തെക്ക് കിഴക്ക് ഭാഗത്തുള്ള മാവിന്റെ ചുവട്ടിൽ വടക്കോട്ട് തിരിഞ്ഞ് ഒരു ചാരുകസേരയിൽ ഇരുന്ന് വിശ്രമിക്കുകയായിരുന്നു. ഈ സന്ദർഭത്തിൽ ഞാനും വല്ലഭശ്ശേരി ഗോവിന്ദൻ വൈദ്യൻ, ഞാൻ എന്ന് പറഞ്ഞത് ഇത് എഴുതിയ കിട്ടൻ റൈറ്ററും വല്ലഭശ്ശേരി ഗോവിന്ദൻ വൈദ്യരും കൂടി ജനങ്ങൾ അണിനിരന്ന് നിന്നിരുന്ന വലയത്തിൽ നിന്ന് മുന്നോട്ട് ചെന്ന് ധാരാളം ആളുകൾ ഗുരുവിന്റെ ചുറ്റും കൂടി നിൽക്കുകയാണ്. ആ ജനങ്ങൾ അങ്ങനെ വട്ടമിട്ട് നിൽക്കുന്ന സ്ഥാനത്ത് അവിടെ ചെന്നിട്ട് അതിൽ ആ വലയത്തിൽ നിന്ന് മുന്നോട്ട് ചെന്ന് തൃപ്പാദങ്ങൾ ഇരിക്കുന്നതിന്റെ ഏതാണ്ട് 15 അടി അകലെ നിന്ന് വന്നിച്ചു. നാം മനസ്സിലാക്കണം, കിട്ടൻ റൈറ്റർ ഗോവിന്ദൻ വൈദ്യര് എന്ന് പറയുന്നവര് കോട്ടയത്തെ ഏറ്റവും വലിയ പ്രമാണിമാരായി.
ആ പ്രമാണിമാർ പോലും ഗുരുവിന്റെ അടുത്തേക്കൊരു അപേക്ഷയുമായി ചെന്നപ്പോൾ 15 അടി അകലെ മാറി നിന്നാണ് ഗുരുവിനെ വന്ദിച്ചത്. തീണ്ടലുണ്ടായിട്ടല്ല, തീണ്ടജാതി അല്ലെങ്കിൽ ആ രീതിയിലുണ്ട് അതുകൊണ്ടല്ല, അത്രമാത്രം ഭയഭക്തി ബഹുമാനങ്ങളോടുകൂടിയായിരുന്നു അന്ന് അവർ ഗുരുവിനെ കണ്ടത്. അങ്ങനെ 15 അടി അകലെ നിന്ന് അവർ വന്ദിച്ചു. എന്റെ കൈവശം, അതെ കെട്ടറേറ്റയുടെ കൈവശം ഒരു ചുരുൾ കടലാസും ഒരു പെൻസിലും ഉണ്ടായിരുന്നു. ഈ കടലാസിൽ താഴെ അക്കമിട്ട് കാണിച്ചിരിക്കുന്ന അപേക്ഷകൾ എഴുതിയിരുന്നു. ഓരോ അപേക്ഷയ്ക്കും ഗുരു കൽപ്പിക്കുന്ന മറുപടി എഴുതുന്നതിനുള്ള സ്ഥലവും ഇട്ടിരുന്നു. അപ്പോൾ ഗുരുവിന് സമർപ്പിക്കാൻ വേണ്ടി ഒരു അപേക്ഷ എഴുതി. ആ അപേക്ഷയിൽ ഓരോ കാര്യങ്ങൾ ചോദിച്ചുകൊണ്ട് 1, 2 എന്ന് ക്രമനമ്പർ ഇട്ടാണ് ഓരോ ചോദ്യങ്ങളും അതിനകത്ത് എഴുതിയിരുന്നത്. ആ ചോദ്യത്തിനിടയിൽ സ്പേസ് ഇട്ടിരുന്നു. ഒരു എന്താണോ മറുപടി പറയുന്നത് അത് റെക്കോർഡ് ചെയ്യുന്നത്. ആ രീതിയിൽ വെൽ പ്രിപ്പയർഡ് ആയിട്ടാണ് ഈ സെക്രട്ടറിയേറ്റും ഗോവിന്ദനാശാനും ഗോവിന്ദൻ വൈദ്യരും ഗുരുവിന്റെ സൗകര്യത്തിലേക്ക് ചേർന്നത്. അപ്പോ ഇവർക്ക് ഗുരുവിനെ നമസ്കരിച്ചപ്പോൾ എഴുതിയിരിക്കുന്ന ഭാഷയിൽ തന്നെ ഞാൻ പറയുകയാണ്. സ്വാമി ഗുരു പറയുകയാണ്, ചോദിക്കുകയാണ്, എന്താ വൈദ്യർ വിശേഷിച്ച് റൈറ്ററുമായിട്ട്, വൈദ്യർ എന്താണ് റൈറ്ററുമായിട്ട് വിശേഷിച്ച് വന്നിരിക്കുന്നത് എന്നാണ് ഗുരു ചോദിച്ചതിന്റെ പൊരുൾ. അപ്പോൾ ഇവര് രണ്ടുപേരും കൂടെ ഒന്നിച്ചു വരണമെങ്കിൽ എന്തെങ്കിലും കാര്യമുണ്ട്. അത് മനസ്സിലാക്കിക്കൊണ്ട് ഗുരു ചോദിക്കുകയാണ്, എന്താണ് വൈദ്യരെ റൈറ്ററുമായിട്ട് ഒന്നിച്ച്? വൈദ്യർ പറഞ്ഞു, റൈറ്റർക്ക് തൃപ്പാദ സന്നിധിയിൽ ഒരു കാര്യം ഉണർത്തിച്ച് അനുവാദ കൽപ്പന വാങ്ങിപ്പാൻ. അപ്പോൾ റൈറ്റർക്ക് യഥാർത്ഥത്തിൽ ഈ ശിവഗുരു തീർത്ഥാടനമെന്ന് പറയുന്ന ആശയം കിട്ടൻ റൈറ്റർ എന്ന് പറയുന്ന മഹാന്റെ ചിന്തയിൽ ഉണ്ടായതാണ്. അദ്ദേഹം അത് തയ്യാറാക്കിക്കൊണ്ട് ഗുരുവിന്റെ ഇടത്തേക്ക് വരുമ്പോൾ തനിക്കൊരു കൂട്ടായിട്ട് സഹായമായിട്ടാണ് തന്നേക്കാൾ അല്പം കൂടി ഗുരുവിനോട് സ്വാതന്ത്ര്യമുള്ളതായ ഗോവിന്ദൻ വൈദ്യരെ കൂടി കൂട്ടിയത്. അപ്പോൾ ഗുരു ചോദിച്ചു, എന്ത് സന്ദേശം? വൈദ്യർ, അതെ, ഒരു കൽപ്പന. സ്വാമി ഗുരു ചോദിക്കുന്നു, എന്താണ്, പറയാമല്ലോ. ഉടൻ വൈദ്യർ ഉണർത്തിക്കുവാനുള്ള കാര്യങ്ങൾ ചോദ്യരൂപത്തിൽ അക്കമിട്ട് എഴുതി വച്ചിരിക്കുകയാണ്. കൽപ്പിച്ചാൽ റൈറ്റർ വായിച്ചു. വൈദ്യരാണ് സംസാരിക്കുന്നത്. ഗുരുവിനോട് ചോദിക്കേണ്ട കാര്യങ്ങളെല്ലാം ഒരു പേപ്പറിൽ എഴുതി വച്ചിരിക്കുകയാണ്. തൃപാദങ്ങൾ അനുവദിച്ചാൽ അതെന്താണ് എന്ന് വായിക്കാം എന്ന് പറഞ്ഞു. സ്വാമി, കോടതികളിലെ മാതൃക, പത്രിക പോലെ കൊള്ളാം, വായിക്കണം. അപ്പൊ ഗുരു വളരെ രസാവഹതയോടുകൂടി പറയുന്നു, അല്ല, എഴുതി തയ്യാറാക്കിക്കൊണ്ട് വന്നപ്പോൾ അതെന്താ കോടതിയിലെ മാതൃകയിലാണല്ലോ, കൊള്ളാം, വായിക്കാൻ പറഞ്ഞു. ഉടൻ റൈറ്റർ, ഞാൻ കിട്ടൻ റൈറ്റർ വായിക്കണം, പറയാണ്, ശിവഗിരി തീർത്ഥാടനം. ശിവഗിരി 1 നമ്പർ ഇട്ടിട്ട്
വായിച്ചത് ആദ്യമായിട്ട് ശിവഗിരി തീർത്ഥാടനം എന്നാണ്. ശിവഗിരി തീർത്ഥാടനം എന്നത് ആ ശീർഷകം കേട്ടപ്പോൾ ഗുരു പറയുകയാണ്, എന്ത് തീർത്ഥാടനം ശിവഗിരിയിലും. ആഹ, അപ്പോ ശിവഗിരിയിൽ തീർത്ഥാടനം ഒരു അതിശയത്തോടുകൂടി അങ്ങോട്ട് ചോദിക്കുക, അങ്ങനെ ചിന്തിച്ചോ എന്നുള്ള അർത്ഥം. ഉടൻ വൈദ്യർ പറയുന്നു, അതെ, ശിവഗിരി തീർത്ഥാടനം. ഉടൻ സ്വാമി പറയാണ്, കൊള്ളാം, തീർത്ഥാടനം കൊള്ളാം, നമ്മുടെ കുഴൽവെള്ളത്തിൽ കുളിക്കാം, ശാരദാദേവിയെ വന്നിക്കുകയും ചെയ്യാം. നല്ല കാര്യം, വായിക്കണം, കേൾക്കട്ടെ. അപ്പോ തീർത്ഥാടനത്തിന് ശിവഗിരിയിൽ വന്നാൽ അവിടെ കുഴൽവെള്ളം, അപ്പം പലരും അത് കണ്ടു കാണുമെന്ന് തോന്നുന്നില്ല, നല്ലൊരു പറ്റമാണ്. അപ്പോ അവിടെ ആ തോടിന്റെ വശത്തായിട്ട് കുഴൽവെള്ളമുണ്ട്. ആ കുഴൽവെള്ളത്തിൽ കുളിക്കും. അമ്മയാണ് കുളിക്കുന്നത്. ഞങ്ങളൊക്കെ വളരെ പണ്ട് കാലഘട്ടങ്ങളിൽ അവിടെ ചെല്ലുമ്പോഴൊക്കെ കുഴൽവെള്ളത്തിലാണ് കുളിക്കുന്നത്. വളരെ അതിൽ കുളിച്ചു കഴിയുമ്പോൾ തന്നെ എന്തെന്നില്ലാത്തൊരു സുഖമാണ് നമുക്ക് തോന്നുന്നത്. അപ്പോൾ ആ കുഴൽവെള്ളത്തിൽ കുളിക്കാം, കുളിച്ചിട്ട് ശാരദയെ ഭരിക്കാം, ശാരദയെ വന്ദിക്കുകയും ചെയ്യാം. ഉടൻ റൈറ്റർ പറയുന്നു, ഹിന്ദുക്കൾക്ക് കാശി, ഇവിടെ വളരെ ശ്രദ്ധിക്കും, ഹിന്ദുക്കൾക്ക് കാശി, രാമേശ്വരം, ക്രിസ്ത്യാനികൾക്ക് റോമ, അന്ത്യോക്യ, കാൻറ്റർബറി, മുസ്ലിങ്ങൾക്ക് മെക്ക, മദീന, ഇവകൾ പുണ്യസ്ഥലമായിരിക്കുന്നത് പ്രകാരം കേരളത്തിലെ ഈഴവ തീയർക്ക് ശിവഗിരിയിൽ പുണ്യസ്ഥലമായി തൃപ്പാദങ്ങൾ കൈപ്പിടിച്ചനുവദിക്കണമെന്ന് അപേക്ഷിക്കുന്നു. അപ്പോൾ റൈറ്റർ എഴുതിയിരിക്കുന്നത് ഹിന്ദുക്കൾക്ക് കാശി, രാമേശ്വരം, ക്രിസ്ത്യാനികൾക്ക് അന്ത്യോക്യ, കാൻറ്റർബറി, റോമ, മുസ്ലിങ്ങൾക്ക് മെക്ക, മദീന എന്നതുപോലെ ഈഴവർക്ക് ഇവിടെ ശിവഗിരി തീർത്ഥാടനം, ശിവഗിരി പുണ്യസ്ഥലമായിരിക്കണം. അവിടെ വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഈ കിട്ടൻ റൈറ്ററും ഗോവിന്ദനാശാനും ശിവഗിരി ആർക്കുള്ള തീർത്ഥാടന സ്ഥലമാണെന്നാണ് അത് ആയിരിക്കണമെന്നാണ് അപേക്ഷിച്ചത്. കേരളത്തിലെ ഈഴവർക്ക്, തീയർക്ക്, കേരളത്തിലെ തീയർക്ക്, ഈഴവർ തീയർക്ക് തീർത്ഥാടന സ്ഥലമായിട്ട് അനുവദിക്കണമെന്നാണ് അപേക്ഷിച്ചത്. ഗുരു എന്താണ് മറുപടി പറഞ്ഞത് എന്നുള്ളത് നമ്മൾ ശ്രദ്ധിക്കും. ഗുരു ജാതിഭേദം, മതദ്വേഷം ഏതുമില്ലാതെ സർവ്വതും സോദരത്വേന വാഴുന്ന മാതൃകാസ്ഥാനമാണിത് എന്ന സന്ദേശം പുറപ്പെടുവിച്ചിരിക്കെ ആ സന്ദേശം ഉൾക്കൊണ്ടുകൊണ്ടുള്ള ഒരു സമൂഹമായിരിക്കണമെന്ന് കണ്ടിരിക്കെ ഗുരുവിനോട് ശിവഗിരി തീർത്ഥാടനത്തിന്റെ അനുവാദം വാങ്ങിക്കാൻ വന്നവർ ഗുരുവിനോട് അപേക്ഷിച്ചതും ശിവഗിരി ഈഴവ അഥവാ തീയർക്ക് ഒരു തീർത്ഥാടന കേന്ദ്രമായി ഒരു കൽപ്പിച്ച് അനുവദിക്കണം എന്ന്. അത് നിങ്ങൾ ചിന്തിക്കണം. ഇനി തുടർന്ന് വരുമ്പോൾ ഗുരു എന്താണ് അവസാനം പറയുന്നത് എന്നുള്ളതാണ് ശ്രദ്ധേയമായി. ഇത്രയും പറഞ്ഞു കഴിഞ്ഞപ്പോൾ അതിലേക്ക് ഒന്ന് കിടക്കാതെ ഗുരു ചോദിക്കുകയാണ്, വർക്കല ജനാർദ്ദനം. വർക്കല ജനാർദ്ദനം എന്ന് പറയുന്നത് ദക്ഷിണകാശിയാണ്. ദക്ഷിണകാശി എന്ന് പറയുന്ന
വർക്കല ജനാർദ്ദനം പുണ്യസ്ഥലമാണല്ലോ, അതിനടുത്ത് ശിവഗിരി കൂടി പുണ്യസ്ഥലമാകുന്നു. ഗുരു ചോദിക്കുകയാണ്, ശിവഗിരി അല്ല വർക്കല ജനാർദ്ദനം അത് ദക്ഷിണകാശി എന്നാണ് അറിയപ്പെടുന്നത്. അങ്ങനെ ഒരു പുണ്യസ്ഥലമായിട്ട് വർക്കല ജനാർദ്ദനമുള്ളപ്പോൾ ശിവഗിരി കൂടി പുണ്യസ്ഥലമാകുമോ? രണ്ട് പുണ്യസ്ഥലങ്ങൾ വരുമോ എന്നാണ് ഒരു ചോദ്യം. അത് ഒരു വളരെ പർപ്പസ്ഫുൾ ആയിട്ട് ഇവരുടെ ഉള്ളിലിരിപ്പ് ഇംഗിതം എന്താണെന്ന് അറിയാൻ കൂടിയാണ് ഒരു ചോദിക്കുന്നത്. വർക്കല എന്ന് പറയുന്നത് ജനാർദ്ദന സ്വാമി ക്ഷേത്രമാണ്. അതിനെ അറിയപ്പെടുന്നത് എന്താണ്? സാറ് കേൾക്കാൻ പറ്റുന്നില്ല സാർ, സൗണ്ട് തീരെ ഇല്ല. ആർക്കും കേൾക്കാൻ കഴിയുന്നില്ല. അപ്പോൾ വർക്കല എന്ന് പറയുന്നത് ജനാർദ്ദന സ്വാമി ക്ഷേത്രമാണ്. അവിടം ദക്ഷിണകാശി എന്നാണ് അറിയപ്പെടുന്നത്. അപ്പോ യഥാർത്ഥത്തിൽ കാശി എന്ന് പറയുന്നത് എവിടെയാണ്? വടക്ക് ശിവനെയാണ് അവിടെ. ഇവിടെ ദക്ഷിണകാശി എന്ന് പറയുന്നിടത്ത് ആരാണ് ഇരിക്കുന്നത്? ജനാർദ്ദനാണ് ഇരിക്കുന്നത്, ഭഗവാനാണ്, വിഷ്ണുവാണ് ഇരിക്കുന്നത്. അപ്പോ അതിന്റെ കാരണം ശിവനും വിഷ്ണുവും രണ്ടല്ല. അതായത് കന്തോപനിഷത്തിൽ മന്ത്രിക്കുകയാണ്, ശിവായ വിഷ്ണു രൂപായ ശിവരൂപായ വിഷ്ണുവേ ശിവസ്യ ഹൃദയം വിഷ്ണു വിഷ്ണുസ്യ ഹൃദയം ശിവ. ശിവായ വിഷ്ണു രൂപായ, ശിവൻ വിഷ്ണുവിന്റെ രൂപത്തിലാണ് ഇരിക്കുന്നത്. ശിവായ വിഷ്ണു രൂപായ ശിവരൂപായ വിഷ്ണു. എന്നാൽ വിഷ്ണു ശിവന്റെ രൂപത്തിലുമാണ് ഇരിക്കുന്നത്. മനസ്സിലാക്കുക, ശിവൻ വിഷ്ണുവിന്റെ രൂപത്തിലിരിക്കുന്നു, വിഷ്ണു ശിവന്റെ രൂപത്തിലിരിക്കുന്നു. ശിവായ വിഷ്ണു രൂപായ ശിവരൂപായ വിഷ്ണു ശിവസ്യ ഹൃദയം വിഷ്ണു. ശിവന്റെ ഹൃദയത്തിൽ ആരാണ് ഇരിക്കുന്നത്? വിഷ്ണുവാണ്. ശിവസ്യ ഹൃദയം വിഷ്ണു വിഷ്ണുസ്യ ഹൃദയം ശിവ. വിഷ്ണുവിന്റെ ഹൃദയത്തിൽ ആരുമായിരിക്കുന്നത്? ശിവനുമായിരിക്കുന്നത്. അപ്പോ ശിവൻ വിഷ്ണുവിന്റെ രൂപത്തിലിരിക്കുന്നു, വിഷ്ണു ശിവന്റെ രൂപത്തിലിരിക്കുന്നു. ഇനിയോ ശിവന്റെ ഉള്ളിലിരിക്കുന്നത് ആരാണ്? വിഷ്ണുവാണ്. വിഷ്ണുവിന്റെ ഉള്ളിലിരിക്കുന്നത് ശിവനാണ്. അപ്പോൾ ശിവനും വിഷ്ണുവും തമ്മിൽ യാതൊരു ഭേദവും ഇല്ല. ഇത് രണ്ടും ഒന്ന് തന്നെയാണ്. ഇതാണ് നമ്മുടെ ശാസ്ത്രത്തിൽ പറയുന്നത്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ രണ്ട് ദൈവമാണോ? അത് അല്ല. നോക്കൂ, ആ വർക്കല ജനാർദ്ദനം എന്ന് പറയുന്നത് ദക്ഷിണകാശി എന്നാണ് അറിയപ്പെടുന്നത്. അങ്ങനെ ഇരിക്കെ ഇവിടം ശിവഗിരി മറ്റൊരു പുണ്യസ്ഥലമാകുമോ എന്ന് ഗുരു അവരോട് ചോദിക്കുക. നമസ്തേ. വേദാന്ത വിശ്വവിദ്യാലയത്തിൻ്റെ ആഭിമുഖ്യത്തിൽ ശിവഗിരി തീർത്ഥാടനത്തോടനുബന്ധിച്ചുള്ള ഒരു പഠന ക്ലാസ് ഡിസംബർ 1-ാം തീയതി 2025 ഡിസംബർ 1-ാം തീയതി രാവിലെ 4:30 നടന്നതിൻ്റെ ആദ്യത്തെ അരമണിക്കൂറുള്ള ഒരു പഠന പ്രക്രിയയാണ് നിങ്ങൾ കേട്ടത്. ഈ പ്രക്രിയ വീണ്ടും തുടരും. ഗുരുവും തത്സത്.